ജീവനക്കാർക്ക് എല്ലാ മാസവും 5-ാം തീയതിക്കുള്ളിൽ ശമ്പളം നൽകാമെന്ന മുഖ്യമന്ത്രിയുടെയും ഗതാഗത മന്ത്രിയുടെയും ഉറപ്പ് പാഴ്വാക്കായി. നവംബർ പകുതി പിന്നിടുമ്പോഴും കഴിഞ്ഞ മാസത്തെ ശമ്പളം കിട്ടാതെ ജീവനക്കാർ ദുരിതത്തിലാണ്. ഉറപ്പ് പാഴായതോടെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി ജീവനക്കാർ. മണ്ഡലകാലത്തെ സർവീസ് നിലവിലുള്ള സാമ്പത്തിക പ്രയാസം മാറ്റുമെന്ന പ്രതീക്ഷയിലാണ് KSRTC. ശമ്പളം മാസമാദ്യം ലഭിക്കുക എന്നത് കുറേ കാലത്തെ ജീവനക്കാരുടെ ആഗ്രഹമാണ്. അതിനും അടുത്ത് തന്നെ ഇടയാകുമെന്നാണ് ബഹുമാന്യായ മന്ത്രി നേരത്തെ സൂചിപ്പിച്ചത്. എല്ലാ തരത്തിലും KSRTC കുതിക്കുകയാണ് എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ടും മുഖ്യമന്ത്രി ഞാൻ മന്ത്രിയായി വന്നാൽ ഉടനെ എന്നോട് ആവശ്യപ്പെട്ടത് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരുമിച്ച് ശമ്പളം കൊടുക്കണം, മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കൊടുക്കണം. അത് അദ്ദേഹം ആഗ്രഹിച്ചു. അതിൽ ഒരുമിച്ച് ശമ്പളം കൊടുക്കാൻ നമുക്കിപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ആദ്യത്തെ ആഴ്ചയിൽ പറ്റുമെങ്കിൽ 1-ാം തീയതി 2-ാം തീയതി തന്നെ ജീവനക്കാരുടെ ശമ്പളം മാറുക എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ നീങ്ങും. കഴിഞ്ഞ മാസം ഒക്ടോബർ 15-ാം തീയതി പ്രീമിയം AC ബസ്സുകളുടെ ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും ജീവനക്കാർക്ക് നൽകിയ ഉറപ്പാണ് ഇത്. മാസത്തിന്റെ ആരംഭത്തിൽ തന്നെ ശമ്പളം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു ഉറപ്പ്. എന്നാൽ നവംബർ മാസം പകുതി പിന്നിടുമ്പോഴും ജീവനക്കാർക്ക് ഒക്ടോബർ മാസത്തെ ശമ്പളം കിട്ടാക്കനിയായി തുടരുന്നു. ശമ്പളം കിട്ടാതായതോടെ ജീവനക്കാരും വഴിമുട്ടി നിൽക്കുകയാണെന്നും ആത്മഹത്യയല്ലാതെ മറ്റു വഴികൾ തങ്ങൾക്ക് മുന്നിലില്ലെന്നും KSRTC എംപ്ലോയീസ് സംഘ് BMS ജനറൽ സെക്രട്ടറി S. അജയ്കുമാർ പറഞ്ഞു. 5-ാം തീയതി എല്ലാ മാസവും കൃത്യമായി ശമ്പളം നൽകുമെന്ന് കേരള മുഖ്യമന്ത്രിയുടെ ചേംബറിലെടുത്ത തീരുമാനം അതുക്കും അപ്പുറത്ത് 1-ാം തീയതി തരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ആടിനെ കുഴ കാണിച്ചു കൊണ്ടുപോകും പോലെയാണ്. ഇന്ന് തരാം, നാളെ തരാം. ഈ ലോട്ടറി കാരണക്കാരൻ കേവലമാണ്. വയ്യ, ഇനിയും ഇങ്ങനെ പട്ടിണി കിടക്കാൻ വയ്യ. അതുകൊണ്ട് ശമ്പളമെങ്കിലും കൃത്യമായി തരാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 2021 നവംബറിൽ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ച് യൂണിയനുകളുമായി ചേർന്ന് നടത്തിയ ചർച്ചയിലാണ് 5-ാം തീയതി ശമ്പളം നൽകാമെന്ന ഉറപ്പ് നൽകിയത്. ഇതിനായി 50 കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി വാക്കുകൊടുത്തു. ഗതാഗത മന്ത്രിയായി KB ഗണേഷ് കുമാർ അധികാരമേറ്റതിനു ശേഷം 1-ാം തീയതി തന്നെ ശമ്പളം ലഭ്യമാക്കുമെന്നും അറിയിച്ചു. എന്നാൽ ഈ രണ്ടുറപ്പും പാലിക്കപ്പെട്ടില്ലെന്നാണ് യൂണിയനുകളുടെ പരാതി. ഇതോടെയാണ് പ്രതിഷേധവും ശക്തമാക്കാൻ യൂണിയനുകൾ ഒരുങ്ങുന്നത്. ജനം, തിരുവനന്തപുരം.